അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സ് ആണ്. സെമി കണ്ടക്ടേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ സെമി കണ്ടക്ടറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എല്ലാവരും? സെമി കണ്ടക്ടേഴ്സ് കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നോ മറ്റേ സെമി കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സ്, അതിനെ കുറിച്ചൊക്കെ പഠിപ്പിച്ചോ? പഠിപ്പിച്ചായിരുന്നു. ഓക്കെ. അപ്പൊ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിലെ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസിനെയാണ് എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിലെ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. സെമി കണ്ടക്ടേഴ്സിനെ അതിന്റെ ലെവൽ ഓഫ് പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ, ലെവൽ ഓഫ് പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ശുദ്ധതയുടെ അടിസ്ഥാനത്തിൽ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, രണ്ടാമത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ്, ഇത് കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിലെ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശുദ്ധതയുടെ അല്ലെങ്കിൽ ഇതിന്റെ പ്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, രണ്ടാമത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ ആയല്ലോ? ഇൻട്രിൻസിക്കും എക്സ്ട്രിൻസിക്കും ആ പേര് മെയിൻ ആയിട്ട് നമ്മളെ മനസ്സിലിരിക്കണം. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നെയാണ്. അപ്പൊ സംശയമുള്ളവരൊക്കെ അഥവാ എന്തെങ്കിലും ലെക്ചർ നോട്ടായിട്ട് എഴുതിയെടുക്കാന്നുള്ളവരൊക്കെ അത് ജസ്റ്റ് ഒന്ന് കുറിച്ചിട്ടേക്കാം. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെ ആണ് എന്ന ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ നിങ്ങൾക്കുണ്ട്. അപ്പൊ ആ ഫ്ലോ ചാർട്ട് ഞാൻ ജസ്റ്റ് നിങ്ങളെ സ്ക്രീനിലോട്ടൊന്ന് ഷെയർ ചെയ്ത് തരാം. അതിപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്ലോ ചാർട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഫ്ലോ ചാർട്ട് അഥവാ ഇനി എന്തെങ്കിലും വ്യക്തത കുറവൊക്കെ ഉള്ളവര് ആ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് സൂം ചെയ്തോ അല്ലെങ്കിൽ സൂം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ വ്യക്തത നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ആ ഫ്ലോ ചാർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, കാണാത്തവരെ എത്ര പേരുണ്ട്? ഓക്കെ. അപ്പൊ ഫ്ലോ ചാർട്ട് ആണ് ഇവിടെ നമുക്ക് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു സെമി കണ്ടക്ടേഴ്സിന്റെ അതിന്റെ പ്യൂരിറ്റിയുടെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നും അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫ്ലോ ചാർട്ട് ആണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഇതിന്റെ അത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ നോട്ടായിട്ട് നിങ്ങൾക്ക് നോട്ട് അയച്ചു തരും. അപ്പൊ നോട്ട് അയച്ചു തരുമ്പോൾ ഗ്രൂപ്പിൽ അയച്ചു തരും. അത് നോട്ട് ബുക്കിൽ എഴുതുക. അപ്പൊ നിങ്ങൾ എന്തായാലും ഇലക്ട്രിക്കൽ ടോപ്പിക് എഴുതുന്ന ഭാഗത്ത് ഇനി ഇത് കൊണ്ടുവച്ച് എഴുതില്ല കേട്ടോ. ഇലക്ട്രോണിക്സ് ടോപ്പിക് എഴുതരുത്. ഇലക്ട്രോണിക്സ് ടോപ്പിക് എപ്പോഴും ബുക്കിന്റെ ബാക്ക് സൈഡിൽ നിന്ന് എഴുതി വരണമായിരിക്കും നല്ലത്. ബുക്കിന്റെ ബാക്ക് സൈഡ് ഫ്രീ ആണോ? നോയ? അപ്പോ നിങ്ങൾക്ക് കൺവീനിയന്റ് രീതിയിൽ അത് എഴുതി പോവുക. പ്രധാനമായിട്ട് രണ്ട് നോട്ടും കൂടെ മിക്സ് ചെയ്യില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഇലക്ട്രിക്കലിന്റെ ടോപ്പിക്കാണോ ഇലക്ട്രോണിക്സിന്റെ ടോപ്പിക്കാണോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പൊ ഈ ഫ്ലോ ചാർട്ടും അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ഫിഗറുകളും എല്ലാം തന്നെ നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെയധികം ആവശ്യമുള്ള ഫിഗറുകൾ തന്നെയായിരിക്കും. അല്ലാതെ അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ഞാൻ ഇതിന്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓക്കെ. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് അടുത്ത് എടുക്കാൻ പോകുന്നത്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് കെമിക്കലി പ്യുവർ ആയിട്ട് ഇരിക്കുന്ന സ്റ്റേജിലുള്ള, അതായത് കെമിക്കലി പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ് കെമിക്കലി പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് എന്ന് പറയുന്ന ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. കെമിക്കലി പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സ്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിന് എന്തില്ല, അതിൻ്റെ അകത്ത് മറ്റ് ഇമ്പ്യൂരിറ്റീസുകളൊന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് മറ്റ് ഇമ്പ്യൂരിറ്റീസുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് പറയുന്നത് കെമിക്കലി പ്യുവർ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു സെമി കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ അതിലെ ഹോൾസും കാണും, അതുപോലെ തന്നെ ഇലക്ട്രോൺസും കാണും.
പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ഹോൾസ് എന്ന് പറയും, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്തെന്ന് പറയും, ഇലക്ട്രോൺസ് എന്ന് പറയും. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ ഹോൾസ് എന്ന് പറയും, നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ എന്തെന്ന് പറയും, ഇലക്ട്രോൺസ് എന്ന് പറയും. അപ്പൊ മെയിൻ ആയിട്ട് രണ്ട് സംഭവങ്ങളാണ് ഒരു സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് മെയിൻ ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. ഇനി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തില് ഹോൾസും ഇലക്ട്രോൺസും എത്ര എണ്ണം ഉണ്ട് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എന്താണ്, ഏത് വസ്തുവാണോ നമ്മൾ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് എടുക്കുന്നത് അതിന്റെ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിലാണ് ഇതിൽ എത്രമാത്രം ഹോള് കാണപ്പെടും, അതുപോലെ തന്നെ എത്രമാത്രം ഇലക്ട്രോൺസ് കാണപ്പെടും എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഏത് വസ്തു കൊണ്ടാണ് നമ്മൾ സെമി കണ്ടക്ടർ നിർമ്മിക്കാൻ എടുത്തിരിക്കുന്നത് ആ വസ്തുവിന്റെ പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിരിക്കും ഇതിന്റെ ഹോൾസിന്റെയും ഇലക്ട്രോൺസിന്റെയും എണ്ണം. അപ്പോൾ ഒരു ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പോസിറ്റീവ് ചാർജുള്ള ഹോൾസിന്റെയും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന്റെയും എണ്ണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. പോസിറ്റീവ് ചാർജുള്ള ഹോൾസിന്റെയും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിന്റെയും എണ്ണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇത് ഈക്വൽ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ഒരു കുഴപ്പമുണ്ട്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിന് കുറവായിരിക്കും. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഹോൾസും അതുപോലെ തന്നെ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രോൺസും എന്തായിരിക്കും, ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഹോൾസും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രോൺസും ഈക്വൽ ആയതുകൊണ്ട് ഇവിടെ ഫ്രീ ഇലക്ട്രോൺസ് കുറവായിരിക്കും. ഫ്രീ ഇലക്ട്രോൺസ് കുറവായതുകൊണ്ട് ഇതിന്റെ അകത്ത് കണ്ടക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ കൂടുതലായി ഒരിടത്തും ഉപയോഗിക്കുന്നില്ല. ഓക്കെ, മെയിൻ ആയിട്ട് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ഏതെന്ന് വെച്ചാൽ ഏതൊക്കെയാണ്, സിലിക്കണും ജെർമേനിയം. സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും ക്രിസ്റ്റലുകളാണ് നമ്മൾ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും ക്രിസ്റ്റൽസ് ആണ് നമ്മൾ ഏതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് അടുത്ത പോയിന്റ് ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ മറ്റൊരു പേരിലും അറിയപ്പെടും, അതിനെ ഐ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ പേരിൽ ഏതിനറിയപ്പെടും, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ അറിയപ്പെടും. ഐ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞ പേരിൽ ഏതിനെ അറിയപ്പെടും, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഫോർത്ത് ഗ്രൂപ്പിലുള്ള മൂലകങ്ങൾ അല്ലെങ്കിൽ എലമെന്റ്സുകളെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്, ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നിർമ്മാണം അല്ലെങ്കിൽ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് പീരിയോഡിക് ടേബിളിലെ ഫോർത്ത് ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സുകളെയാണ് നമ്മൾ സെമി കണ്ടക്ടർ നിർമ്മാണത്തിന് വേണ്ടി മെയിൻ ആയിട്ട് എടുക്കുന്നത്. അതിലുള്ള മെയിൻ ആയിട്ട് അതിൽ എടുക്കുന്ന രണ്ട് ക്രിസ്റ്റലുകളാണ് ഏതൊക്കെ എന്ന് പറയുന്നത്, സിലിക്കണും അതുപോലെ തന്നെ ജെർമേനിയം. ഓക്കെ, അതില് സിലിക്കണിന്റെ അറ്റോമിക നമ്പർ 14, ജെർമേനിയത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്, 32 ആയിരിക്കും. ഓക്കെ, സിലിക്കണിന്റേത് 14, അതുപോലെ തന്നെ ജെർമേനിയത്തിൻ്റെത് 32. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു ഫിഗർ ജസ്റ്റ് ഒന്നുണ്ട്, ആ ഫിഗർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ അപ്പോൾ ഇതാണ് ഇതിന്റെ ഫിഗർ എന്ന് പറയുന്നത്, ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ ആയിട്ട് ഇതാ ഇവിടെ സിലിക്കൺ ക്രിസ്റ്റലുകൾ കാണാൻ പറ്റും. മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് സിലിക്കൺ ക്രിസ്റ്റൽസ് ഉണ്ട്. ഇവിടെ സിലിക്കൺ ക്രിസ്റ്റൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഈ മഞ്ഞ ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നതിന് ഹോൾസ് എന്ന് പറയും, ഈ നീല ഡോട്ടിൽ കൊടുത്തിരിക്കുന്നതിന് ഇലക്ട്രോൺസ് എന്ന് പറയുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ഇതിന്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതില് ഉള്ളതാണ് സിലിക്കണിന്റെ ഇവിടെ സിലിക്കണിന്റെ ക്രിസ്റ്റൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സിലിക്കൺ ആണ്, ഫുള്ള് സിലിക്കൺ ചേർന്ന് കാണപ്പെടും. മൊത്തത്തില് സിലിക്കണിന്റെ ഒരു ക്രിസ്റ്റൽ നമ്മൾ എടുക്കുമ്പോൾ അത് മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള സിലിക്കൺ ആറ്റംസ് ഒന്നിച്ച് അടങ്ങിയിരിക്കുന്ന ഒരു ഫിഗറാണ് ഇത് ഇവിടെ കൊടുത്തിട്ടുള്ള. ഇതില് മഞ്ഞ ഒരു പ്രിന്റിൽ കാണിച്ചിരിക്കുന്ന ഈ ഭാഗത്തിന് നമ്മൾ ഹോൾസ് എന്ന് പറയും, ഈ നീല ഈ ഡോട്ടിൽ കാണിച്ചിരിക്കുന്നതിന് ഇലക്ട്രോൺസ് എന്നും പറയും. അപ്പൊ ഇത് മെയിൻ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ബുക്കിൽ ഈ ഫിഗേഴ്സ് എല്ലാം തന്നെ അതുപോലെ വരച്ചെടുക്കുക കേട്ടോ, അത് വരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ അടുത്ത് എടുക്കാൻ പോകുന്ന ടോപ്പിക്, എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. അപ്പോൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സെമി കണ്ടക്ടേഴ്സിന്റെ അകത്തേക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അത്തരത്തില് ഇമ്പ്യൂരിറ്റീസ് ആറ്റംസ് ആഡ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് എന്ത് ആഡ് ചെയ്യേണ്ടി വരും? ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ആഡ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇത്തരത്തില് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയും. ഇത്തരത്തില് ഒരു സെമി കണ്ടക്ടേഴ്സിന്റെ അകത്തേക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് പറയും? ഡോപ്പിംഗ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. ഇത്തരത്തിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുന്ന പ്രോസസ്സ് പ്രധാനപ്പെട്ട പോയിന്റാണ് ഡോപ്പിംഗ്. കേട്ടല്ലോ? അപ്പൊ ആ ഡോപ്പിങ്ങിന് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തോ അല്ലെങ്കിൽ എഴുതിയിടാൻ പറ്റുമെങ്കിൽ ഒന്ന് ജസ്റ്റ് ആയിട്ട് എഴുതിയിട്ടേക്കുക. ഓക്കെ, ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ ബേസിക് ആയിട്ട് നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ ബേസ് ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്നും അതുപോലെ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ മെയിൻ ആയിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യും, അതുപോലെ തന്നെ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അതിൽ ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ടോപ്പിക്, എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിലിക്കണും ജെർമേനിയതും ഞാൻ പറഞ്ഞു ഫോർത്ത് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് എന്ന് പറയുന്നത് സിലിക്കണും ജെർമേനിയവും. സിലിക്കണും ജെർമേനിയവും ഫോർത്ത് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന മൂലകങ്ങളാണ് സിലിക്കണും ജെർമേനിയവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ വാലൻസ് ഷെല്ലില് 4 ഇലക്ട്രോൺ ആണ് കാണപ്പെടുന്നത്. അപ്പോൾ സിലിക്കണും ജെർമേനിയവും ഫോർത്ത് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന എലമെന്റ്സ് ആണ്. ഫോർത്ത് ഗ്രൂപ്പിൽ കാണപ്പെടുന്ന എലമെന്റ്സിന്റെ വാലൻസ് ഷെല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തില് ബാഹ്യതമ ഷെല്ല്. ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ കാണപ്പെടുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? 4 ആയിരിക്കും. 4 ഇലക്ട്രോൺസ് ആയിരിക്കും കാണപ്പെടുന്നത്. അത്തരത്തില് 4 ഇലക്ട്രോൺസ് ഉള്ള നമ്മുടെ സിലിക്കണിന്റെയോ ജെർമേനിയത്തിന്റെയോ ആറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇനി അടുത്ത എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് ഇനി അടുത്ത് പറയുന്നത്. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് ഞാൻ പറഞ്ഞു ഫോർത്ത് ഗ്രൂപ്പിലുള്ള പീരിയോഡിക് ടേബിളിലെ ഫോർത്ത് ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ എല്ലാം തന്നെ വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞ എന്താണ്? 4 ആണ്. അതുകൊണ്ട് സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും വാലൻസ് ഇലക്ട്രോൺ 4 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് 4 ഇലക്ട്രോൺ ഉള്ള സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും എത്ര പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ട് എന്ത് ചെയ്യും? ഡോപ്പ് ചെയ്യും. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ബാഹ്യതമ ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 5. ബാഹ്യതമ ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 5. 5 ഇലക്ട്രോൺ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ആറ്റവുമായിട്ട് ഇതിനെ ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത്. അതായത് 4 വാലൻസ് ഇലക്ട്രോൺ ഉള്ള ആറ്റത്തിനെ നമ്മൾ 5 വാലൻസ് ഇലക്ട്രോൺ ഉള്ള പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നത്. അപ്പോൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് കിട്ടുന്നു. ഇത്തരത്തില് ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത് ഫ്രീ ഇലക്ട്രോൺസിനെ ക്രിയേറ്റ് ചെയ്യുന്ന ആറ്റത്തിന് നമ്മൾ ഡോണർ ആറ്റം എന്നൊക്കെ പേരിൽ അറിയപ്പെടും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിന്റെ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡോണർ ആറ്റംസിന്റെ ഫിഗേഴ്സ് ഇതാണ്. ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറിന്റെ ഫിഗർ എന്ന് പറയുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഡോപ്പ് ചെയ്തതിന് ശേഷമുള്ള ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് ഈ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിക്ക് 5 ആയിരിക്കും. അപ്പൊ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ നിർമ്മാണ സമയത്ത് നമ്മുടെ സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും ക്രിസ്റ്റലുകളെ നമ്മൾ ഒരു പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയായിട്ട് എന്ത് ചെയ്യും? ഡോപ്പ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിക്കണിന്റെ 4 ഇലക്ട്രോണും നമ്മുടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആയിട്ട് ഈ ഫിഗറിൽ നമ്മൾ ചേർത്തിരിക്കുന്നത് ആന്റിമണിയാണ്. SB എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് ആന്റിമണിയാണ് കേട്ടോ. അപ്പൊ SB എന്ന് പറഞ്ഞ പേര് അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ അത് ആന്റിമണിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിഗറിന്റെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ആന്റിമണി എന്ന്. അപ്പൊ ആന്റിമണിയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് SB എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള പെന്റാവാലന്റ് അതായത് വാലൻസ് ഇലക്ട്രോണുകൾ 5 ആയിട്ടുള്ള ഒരു ആറ്റവുമായിട്ട് നമ്മുടെ സിലിക്കണെ ഡോപ്പ് ചെയ്യുന്നു. ഡോപ്പ് ചെയ്യുമ്പോൾ സിലിക്കണിന്റെ 4 ഇലക്ട്രോണുകളും നമ്മുടെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയുടെ 4 ഇലക്ട്രോണുകളും തമ്മിൽ ഡോപ്പ് ആവുകയും അതിൽ നിന്നും ഒരു ഇലക്ട്രോണ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഈ മൗസ് പോയിന്റർ ഞാൻ കാണിച്ചിട്ടുള്ള ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ലിബറേറ്റ് ആയി പുറത്തേക്ക് വരും. ഇത്തരത്തില് ധാരാളം ക്രിസ്റ്റലുകൾ അല്ലെങ്കിൽ ധാരാളം സിലിക്കൺ അയോണുകളും ആന്റിമണി അയോണുകളും ഒന്നിച്ച് ചേർത്ത് ആറ്റംസ് ഒന്നിച്ച് ചേർന്നതായിരിക്കും നമ്മുടെ ഒരു ക്രിസ്റ്റൽ എന്ന് പറയുന്നത്, ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഇത്തരത്തിൽ ഇഷ്ടം പോലെ ആറ്റംസ് ചേരുമ്പോൾ എന്ത് ചെയ്യും? അതിൽ നിന്നും ധാരാളം ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ലിബറേറ്റ് ചെയ്യും.
ഇത്തരത്തിലുണ്ടാകുന്ന ഫ്രീ ഇലക്ട്രോൺസുകളാണ് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത്. ഇത്തരത്തിൽ ലിബറേറ്റ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് ആണ് നമ്മുടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതെന്ന് ചോദിക്കും. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഇലക്ട്രോൺസ് ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസുകളെയാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് കാരിയർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളാണ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ്. അതുപോലെ തന്നെ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ള ഹോളുകളാണ് ഏതെന്ന് പറയുന്നത് മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് പറയാനുള്ള ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് പറയാനുള്ളത്. ഓക്കെ, ഇനി നേരെ നമ്മൾ പോകുന്നത് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്തോട്ടാണ്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ലിങ്ക് ചെയ്ത് പഠിക്കുക. മുകളിൽ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ടാണ് നമ്മൾ ഡോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആകുമ്പോൾ അതിനെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആറ്റത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ട്രൈവാലന്റ് ആണ് കേട്ടോ. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ടാണ് ഇവിടെ സെമി കണ്ടക്ടർ മെറ്റീരിയലിനെ നമ്മൾ ഡോപ്പ് ചെയ്യുന്നത്. മുകളില് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് പെന്റാവാലന്റ് കൊണ്ട് ഡോപ്പ് ചെയ്തു. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്തോട്ട് വരുമ്പോൾ നമ്മൾ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ടായിരിക്കും ഡോപ്പിംഗ് നടത്തിയിരിക്കുന്നത്. ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി, അതായത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ബാഹ്യതമ ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആയിരിക്കും കാണപ്പെടുന്നത്? വാലൻസ് ഇലക്ട്രോൺ. ട്രൈവാലന്റ് ആകുമ്പോൾ 3 ഇലക്ട്രോൺസ് ആയിരിക്കും കാണപ്പെടുന്നത്. വാലൻസ് ഷെല്ലിൽ 3 ഇലക്ട്രോൺസ് ആയിരിക്കും കാണപ്പെടുന്നത്. സാധാരണഗതിയിൽ നമുക്ക് ഡോപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആറ്റംസ് എന്ന് പറഞ്ഞാൽ ബോറോൺ, അലൂമിനിയം, ഇൻഡിയം, ഗാലിയം, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബോറോൺ, അലൂമിനിയം, ഇൻഡിയം, ഗാലിയം മുതലായവയാണ് ഈ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഡോപ്പിംഗ് പർപ്പസസിന് എടുക്കുന്ന ആറ്റംസിന്റെ പേരാണ് ബോറോൺ, അലൂമിനിയം, ഇൻഡിയം, ഗാലിയം. അതിന്റെ ബാഹ്യതമ ഷെല്ലിൽ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, ഇത്തരത്തില് വാലൻസ് ഇലക്ട്രോണുകളെ അപ്പൊ എന്നിട്ട് ഇതെന്ത് ചെയ്യും? പരസ്പരം ഡോപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമ്മുടെ സിലിക്കണും ജെർമേനിയവും 4, സിലിക്കണിന്റെയും ജെർമേനിയത്തിന്റെയും വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം 4. ഇവിടെ നമ്മൾ ആഡ് ചെയ്ത ഇമ്പ്യൂരിറ്റിയുടെ വാലൻസ് ഇലക്ട്രോണിന്റെ എണ്ണം 3 ആണ്. അപ്പോൾ ഇത് തമ്മിൽ സഹസംയോജക ബന്ധനം അല്ലെങ്കിൽ കോവാലന്റ് ബോണ്ടിൽ ഏർപ്പെടുമ്പോൾ ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. ഒരു ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു. കാരണം ഒന്നില് 4 ഇലക്ട്രോണും ഒന്നില് 3 ഇലക്ട്രോണുമാണ് ഉള്ളത്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് തമ്മിൽ ചേരാൻ ഒരു ഇലക്ട്രോണിന്റെ അപര്യാപ്തത അവിടെ ഉണ്ടാകുന്നു. അപര്യാപ്തതയാണ് ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാകുന്നു. ഈ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നു, അതിനുണ്ട് ആ ഒരു പോർഷനെ നമ്മൾ എന്തെന്ന് പറയും? ഹോൾ എന്ന് പറയും. ആ ഡെഫിഷ്യൻസി ഉണ്ടാകുന്ന ആ പോർഷനെ നമ്മൾ എന്ന് പറയും? ഹോൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് ഇമ്പ്യൂരിറ്റി ആറ്റംസിന് നമ്മുടെ ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള കഴിവിന് അത്തരത്തിലുള്ള ആറ്റംസിന് നമ്മൾ എന്തെന്ന് പറയും? അക്സെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ പറയും. പറഞ്ഞോ. അത്തരത്തിലുള്ള ആറ്റംസിന് നമ്മൾ എന്ന് പറയും അക്സെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടും. ഇതിൽ ഈ പോസിറ്റീവ് ഹോൾസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും കേട്ടോ. ഹോൾസിന്റെ ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി നമുക്ക് ജസ്റ്റ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ ഒരു ഫിഗർ ഉണ്ട്. ആ ഫിഗർ നമുക്കൊന്ന് കാണാം. ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഈ ആറ്റത്തിന്റെ പേര് ബോറോൺ ആണ്. ബോറോൺ എന്ന് പറഞ്ഞ ആറ്റമാണ് ഇവിടെ നമ്മൾ സിലിക്കണുമായിട്ട് ഡോപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ ഇലക്ട്രോണുകൾ പെയർ ആയിരിക്കുന്നുണ്ടോ? സിലിക്കണിന്റെ ഇവിടുത്തെ ഇലക്ട്രോണും നമ്മുടെ ഇവിടുത്തെ ഇലക്ട്രോണും തമ്മിൽ പെയർ ആയിരിക്കുന്നു. അതാണ്ട് ഈ ഒരു ഇലക്ട്രോൺ, അതാണ് ഈ മോസ്ഫോയർ നിൽക്കുന്ന അവിടുത്തെ ഒരു ഇലക്ട്രോണിന് മറ്റൊരു ഇലക്ട്രോൺ പെയർ ആക്കാൻ വേണ്ടി ഇല്ല. കാരണം നമ്മുടെ സിലിക്കണിന്റെ വാലൻസ് ഇലക്ട്രോൺ 4, ബോറോണിന്റെ വാലൻസ് ഇലക്ട്രോൺ 3 ആണ്. അപ്പൊ ബോറോണിന്റെ 3 ഇലക്ട്രോൺ നമ്മുടെ സിലിക്കണിന്റെ 3 ഇലക്ട്രോണുമായി ഡോപ്പ് ആയി കഴിഞ്ഞു. ഇനിയുള്ള സിലിക്കന്റെ ഒരു ഇലക്ട്രോണ് ഡോപ്പ് ആവാൻ വേണ്ടിയിട്ട് മറ്റൊരു ഇലക്ട്രോൺ ഇല്ല. അങ്ങനെ അവിടെ ഒരു ഡെഫിഷ്യൻസി ക്രിയേറ്റ് ചെയ്യും. അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഡെഫിഷ്യൻസിയാണ് നമ്മൾ എന്ന് പറയുന്ന ഹോൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്ന ഹോൾ എന്ന് പറഞ്ഞ പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. എന്നിട്ട് ഇതിൽ എന്തുകൊണ്ടാണ്
പി ടൈപ്പ് സെമി കണ്ടക്ടറിന് പി ടൈപ്പ് സെമി കണ്ടക്ടർ, അതായത് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന പേര് എങ്ങനെയാണ് വന്നത് എന്നാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന് ആ പേര് വരാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിലെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഹോൾസും മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസും ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഹോൾസും മൈനോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ഇലക്ട്രോൺസും ആണ്. ഈ ഹോൾസിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ഹോൾസിന് ഉള്ളത് കൊണ്ട് അതിന്റെ പേരെന്തായിട്ട് മാറി? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നായി മാറി. ഓക്കെ, ഹോൾസിന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഹോൾസിന് പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അത് എന്തായിട്ട് മാറി? പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പേരും കിട്ടി. അപ്പോൾ ഇവിടുത്തെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് എന്തായിരിക്കും? ഹോൾസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഏതിന്റെ മൂവ്മെന്റ് ആണ്? ഹോൾസിന്റെ മെജോറിറ്റി ചാർജ് ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസിന്റെ മൂവ്മെന്റ് ആണ് നമ്മുടെ സർക്യൂട്ടിന്റെ അകത്ത് അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ആയിട്ട് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് പഠിക്കാനുള്ളത്. ഏതിന്റെ അകത്ത്? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ പി ടൈപ്പ് സെമി കണ്ടക്ടർ, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്തും ഉള്ളത് നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ബുക്കിൽ നോട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും നോട്ടിൽ ഈ ഫിഗേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറൻസ് ആണ് പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെയും ഡിഫറൻസ്. പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അല്ല, ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെയും അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെയും ഡിഫറൻസുകളെ കുറിച്ചാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്, അത് രണ്ടാമത്തത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ഫോർമാറ്റിലുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ പേരിൽ പറയുന്നത്. കണ്ട, നിങ്ങൾക്ക് കാണാം, പ്യുവർ ആയിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിന് നമ്മൾ എന്ന് പറയും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇനി രണ്ടാമത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് ആകുമ്പോൾ ഇംപ്യൂർ സെമി കണ്ടക്ടർ, ഇംപ്യൂർ എന്നും എഴുതാം, അല്ലെങ്കിൽ ഡോപ്പ് ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ പോയിന്റ്. രണ്ടാമത് എന്നിട്ട് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന് നമ്പർ ഓഫ് ഇലക്ട്രോൺസും അതുപോലെ തന്നെ നമ്പർ ഓഫ് ഹോൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. കാരണം അവിടെ ഡോപ്പ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും എന്തായിട്ടുള്ളത്? ഈക്വൽ ആയിട്ട് ഉള്ളത്. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഒരു കാരണവശാലും ഒന്നാകുകയില്ല, അതിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ലോ ആയിരിക്കും. അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഹൈയും ആയിരിക്കും. ഓക്കെ, ഇതിന്റെ കണ്ടക്ടൻസ് ടെമ്പറേച്ചറിനനുസരിച്ച് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടൻസ് ടെമ്പറേച്ചറിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? മാറ്റം ഉണ്ടാകും. കണ്ടക്ടിവിറ്റി ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ എന്ത് ചെയ്യാം? കുറയാം. അതുപോലെ തന്നെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ കണ്ടക്ടിവിറ്റി നമ്മൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും. അത് നമുക്ക് കൂടെയും കുറയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് ചേർത്തിട്ടുള്ള ഇമ്പ്യൂരിറ്റി ആറ്റംസിന്റെ അളവ് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ എത്രമാത്രം കണ്ടക്ടൻസ് നടക്കുകയില്ലേയും ചെയ്യാം. അതിന്റെ കണ്ടക്ടൻസ് കുറയ്ക്കാനും കൂട്ടാനും അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ എമൗണ്ട് കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും അനുസരിച്ച് അതിന്റെ കണ്ടക്ടൻസ് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും പറ്റും. എവിടെ? എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത്. ഇനി അടുത്ത ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. മറ്റേ ഇമ്പ്യൂരിറ്റീസുകളൊന്നും ആഡ് ചെയ്തില്ല. എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റിയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്താണെന്ന് പഠിച്ചു, ഏതൊക്കെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ടെന്ന് പഠിച്ചു. മെയിൻ ആയിട്ട് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ? ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്നും പറഞ്ഞു. ഓക്കെ, അതില് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് അല്ലെ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തു, എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അതിൽ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആറ്റം ഏതാണ്? എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ സിലിക്കൺ ജെർമേനിയത്തിനെയാണ് ഡോപ്പ് ചെയ്യുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പെന്റാവാലന്റ് ഇമ്പ്യൂരിറ്റി കൊണ്ടാണ് അവിടെ നമ്മൾ ഡോപ്പ് ചെയ്തത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത്.
പി ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ അകത്ത് നമ്മൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് സിലിക്കണേയും ജർമേനിയത്തിനെയും ഡോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഉള്ള ആറ്റമിനെയാണ് എന്ത് ചെയ്യുന്നത് അവിടെ ഡോപ്പിംഗ് പർപ്പസസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇനി അടുത്ത് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിന്റെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതാണ്? മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എൻ ടൈപ്പ് ഹോൾസ് അല്ല, എൻ ടൈപ്പ് ആണ്. എൻ ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, അതിന്റെ പേരിനനുസരിച്ചാണ്. നെഗറ്റീവ് ചാർജ് ഉള്ള കണികയാണ് അവിടെ കൂടുതൽ. നെഗറ്റീവ് ചാർജ് ഉള്ള കണിക ഇവിടെ ഏതാണ്? ഇലക്ട്രോൺ ആണ്. അതുകൊണ്ട് മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും അവിടെ ഉള്ളത്. അങ്ങനെ മനസ്സിലാക്കി വെക്കുക. എൻ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് ആണ് അവിടെ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ മെജോറിറ്റി ചാർജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? ഇലക്ട്രോൺസ് ആണ് അവിടുത്തെ മെജോറിറ്റി ചാർജ്. ഓക്കെ, അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്? എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പൊ അടുത്ത ചോദ്യം, ഇതില് മൈനോറിറ്റി ചാർജ് കാരിയത് ഏതാണെന്ന് ചോദിക്കും. അപ്പം ഒന്ന് ഇതിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ മെയിൻ ആയിട്ട്, ഇലക്ട്രോണും ഉണ്ട് ഹോളും ഉണ്ട്. അപ്പൊ ഒന്ന് മെജോറിറ്റി ആയി കഴിഞ്ഞാൽ മറ്റേത് മൈനോറിറ്റി ആണ്. അപ്പൊ അവിടെ പോസിറ്റീവ് ചാർജ് ഉള്ള ഹോള് എന്താണ്? മൈനോറിറ്റി ചാർജ് കാരിയർ ആണ്. ഇനി അടുത്ത് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ് അടുത്ത് നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? അവിടെ ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഉണ്ടായിരിക്കും നമ്മൾ ഡോപ്പ് ചെയ്തിട്ടുള്ളത്. ഡോപ്പ് ചെയ്യുമ്പോൾ അവിടെ ചോദിക്കും എന്തുകൊണ്ടാണ് പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് അതിന് പേര് കിട്ടാൻ കാരണം. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് പോസിറ്റീവ് ചാർജ് ഉള്ള ഹോളുകളാണ്. അപ്പോൾ മൈനോറിറ്റി ചാർജ് കാരിയേഴ്സ് ഏതായിരിക്കും? ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇത് രണ്ടും കൂടെ പഠിക്കണമെന്നില്ല. ഏതെങ്കിലും ഒന്ന് വളരെ വ്യക്തമായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും രണ്ടാമത് വരുന്ന ടോപ്പിക്. ഓക്കെ, അപ്പൊ അത്രമാത്രം ചെയ്താൽ വളരെ എളുപ്പമുള്ള ഒരു പാർട്ടാണ്. നമ്മൾ ഇലക്ട്രോണിക്സിന്റെ തുടക്കത്തിലുള്ള വളരെ എളുപ്പമുള്ള ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്.